ഹായ് ഓൾ, നമുക്കിന്ന് കല എന്ന ടോപ്പിക്കിൽ നിന്ന് കഥകളി പഠിക്കാം. ഏത് കലാരൂപത്തിൽ നിന്നാണ് കഥകളി ഉണ്ടായത്? രാമനാട്ടം. രാമനാട്ടത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? കൊട്ടാരക്കര തമ്പുരാൻ. നളചരിതം ആട്ടക്കഥ എഴുതിയത് ആരാണ്? ഉണ്ണായി വാര്യർ. ഉത്തര സ്വയംവരം ആട്ടക്കഥ എഴുതിയതാര്? ഇരയിമ്മൻ തമ്പി. നളചരിതം ആട്ടക്കഥ എഴുതിയത് ഉണ്ണായി വാര്യർ. ഉത്തര സ്വയംവരം ആട്ടക്കഥ എഴുതിയത് ഇരയിമ്മൻ തമ്പി. കഥകളി മുദ്രകൾക്ക് അടിസ്ഥാനമായ ഗ്രന്ഥം ഹസ്തലക്ഷ്ണ ദീപിക. എന്നാൽ നാട്യകൽപദ്രുമം എന്താണ്? അത് കൂടിയാട്ടത്തിൻ്റെ അടിസ്ഥാനമായ ഗ്രന്ഥമാണ് നാട്യകൽപദ്രുമം. കഥകളി മുദ്രകൾക്ക് അടിസ്ഥാനമായ ഗ്രന്ഥം ഹസ്തലക്ഷ്ണ ദീപിക. കഥകളിയിലെ മുദ്രകളുടെ എണ്ണം 24. കഥകളിയിലെ മുദ്രകളുടെ എണ്ണം 24. കേരള കലാമണ്ഡലം ഏത് കലാരൂപത്തിൻ്റെ പരിപോഷണവുമായിട്ടാണ് മുഖ്യമായും ബന്ധപ്പെട്ടിരിക്കുന്നത്? കഥകളി. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിൻ്റെ പേരെന്ത്? ചെറുതുരുത്തി. ജില്ല തൃശ്ശൂർ. കേരള കലാമണ്ഡലം സ്ഥാപിതമായ വർഷം 1930. കഥകളിയുടെ സാഹിത്യരൂപം ഏത് പേരിൽ അറിയപ്പെടുന്നു? ആട്ടക്കഥ. കഥകളിയിൽ സൽഗുണമുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന വേഷത്തിൻ്റെ പേരെന്ത്? പച്ച. കരിവേഷം ഏത് ഗുണത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്? തമോ ഗുണം. കരിവേഷം ഏത് ഗുണത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്? തമോ ഗുണം. മഹർഷിമാർക്ക് ഏത് തരം വേഷമാണ് ഉപയോഗിക്കുന്നത്? മിനുക്കുവേഷം. മഹർഷിമാരുടെ വേഷം മിനുക്കുവേഷം. ഹനുമാന് ഏത് തരം വേഷമാണ് ഉപയോഗിക്കുന്നത്? വെള്ളത്താടി. ഹനുമാന് ഏത് തരം വേഷമാണ് ഉപയോഗിക്കുന്നത്? വെള്ളത്താടി. ഒരു സ്ഥലത്ത് കഥകളി നടത്താൻ പോകുന്നു എന്നറിയിക്കുന്ന ചടങ്ങ് കേളികൊട്ട്. ഒരു സ്ഥലത്ത് കഥകളി നടത്താൻ പോകുന്നു എന്ന് അറിയിക്കുന്ന ചടങ്ങ് കേളികൊട്ട്. കഥകളി രംഗത്ത് വിളക്ക് വെച്ച് കഴിഞ്ഞാലുടൻ നടക്കുന്ന ചടങ്ങ് അരങ്ങുകേളി അല്ലെങ്കിൽ കേളിക്കൈ. കഥകളി രംഗത്ത് വിളക്ക് വെച്ചു കഴിഞ്ഞാലുടൻ നടക്കുന്ന ചടങ്ങ് അരങ്ങുകേളി അഥവാ കേളിക്കൈ. കഥകളി അവതരണത്തിലെ ആദ്യ ചടങ്ങ് പുറപ്പാട്. കഥകളി അവതരണത്തിലെ ആദ്യ ചടങ്ങ് പുറപ്പാട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണിത്. കഥകളിയിലെ ചടങ്ങുകൾ കേളികൊട്ട്, അരങ്ങുകേളി, തോടയം, വന്ദന ശ്ലോകങ്ങൾ, പുറപ്പാട്, മേളപ്പദം, കഥാഭിനയം, ധനാശി. ധനാശി അവസാന ചടങ്ങാണ്. ആദ്യ ചടങ്ങ് കഥകളി അവതരണത്തിലെ ആദ്യ ചടങ്ങെന്ന് ചോദിച്ചാൽ പുറപ്പാട്. ഒരു സ്ഥലത്ത് കഥകളി നടത്താൻ പോകുന്നു എന്നറിയിക്കുന്ന ചടങ്ങ് കേളികൊട്ട്. കഥകളി രംഗത്ത് വിളക്ക് വെച്ച് കഴിഞ്ഞാലുടനുള്ള ചടങ്ങ് അരങ്ങുകേളി അഥവാ കേളിക്കൈ. കൊട്ടാരക്കര തമ്പുരാൻ ആവിഷ്കരിച്ച രാമനാട്ടത്തിൽ നിന്ന് വികാസം പ്രാപിച്ച ക്ലാസിക്കൽ നൃത്തരൂപമാണ് കഥകളി. കഥകളിപ്രകാരം എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവാരാണ്? പന്നിശ്ശേരി നാണുപിള്ള. കഥകളിപ്രകാരം എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവാരാണ്? പന്നിശ്ശേരി നാണുപിള്ള. രാക്ഷസന്മാർക്കും അസുരന്മാർക്കും ഏതുതരം വേഷമാണ് കഥകളിയിലുള്ളത്? ചുവന്ന താടി. രാക്ഷസന്മാർക്കും അസുരന്മാർക്കും ഏതുതരം വേഷം? ചുവന്ന താടി. കഥകളിയിലെ കല്ലടിക്കോടൻ സമ്പ്രദായത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? വെള്ളാട്ട് ചാത്തുപ്പണിക്കർ. കഥകളിയിലെ കല്ലടിക്കോടൻ സമ്പ്രദായത്തിൻ്റെ ഉപജ്ഞാതാവ് വെള്ളാട്ട് ചാത്തുപ്പണിക്കർ. കല്ലുവഴിച്ചിട്ട എന്ന അവതരണ രീതി ആവിഷ്കരിച്ചത് ആരാണ്? ഇട്ടി രാരിച്ച മേനോൻ. കല്ലുവഴിച്ചിട്ട എന്ന അവതരണ രീതി ആവിഷ്കരിച്ചത് ആരാണ്? ഇട്ടി രാരിച്ച മേനോൻ. ബാലരാമഭാരതം എന്ന നാട്യശാസ്ത്ര ഗ്രന്ഥം രചിച്ചത്? കാർത്തിക തിരുനാൾ രാജാവ്. ബാലരാമഭാരതം എന്ന നാട്യശാസ്ത്ര ഗ്രന്ഥം രചിച്ചത് കാർത്തിക തിരുനാൾ രാജാവ്. കോഴിക്കോട് മാനവേദൻ രാജാവ് അവതരിപ്പിച്ച കലാരൂപം ഏതാണ്? കൃഷ്ണനാട്ടം. കോഴിക്കോട് മാനവേദൻ രാജാവ് അവതരിപ്പിച്ച കലാരൂപം ഏതാണ്? കൃഷ്ണനാട്ടം. കഥകളി വേഷക്കാരുടെ മുഖത്ത് ചായവും അലങ്കാരപ്പണികളും നടത്തുന്നതിന് പറയുന്ന പേര് ചുട്ടിക്കുത്ത്. കഥകളി വേഷക്കാരുടെ മുഖത്ത് ചായവും അലങ്കാരപ്പണികളും നടത്തുന്നതിന് പറയുന്ന പേര് ചുട്ടിക്കുത്ത്. കഥകളി അരങ്ങിൽ കൊളുത്തുന്ന വിളക്കിൻ്റെ പേരെന്ത്?
ആട്ടവിളക്ക്. കഥകളി അരങ്ങിൽ കൊളുത്തുന്ന വിളക്കിൻ്റെ പേരെന്താണ്? ആട്ടവിളക്ക്. വടക്കൻ ചിട്ട എന്നറിയപ്പെടുന്നത് കല്ലടിക്കോടനും തെക്കൻ ചിട്ട എന്നറിയപ്പെടുന്നത് കപ്ലിങ്ങാടനുമാണ്. വടക്കൻ ചിട്ട കല്ലടിക്കോടൻ, തെക്കൻ ചിട്ട കപ്ലിങ്ങാടൻ. കർണശബദം എന്ന ആട്ടക്കഥ എഴുതിയത് ആരാണ്? മാലി മാധവൻ നായർ. കർണശബദം എന്ന ആട്ടക്കഥ എഴുതിയത് മാലി മാധവൻ നായർ. കുചേലവൃത്തം ആട്ടക്കഥയുടെ രചയിതാവ് ആരാണ്? മുരിങ്ങൂർ ശങ്കരൻ പോറ്റി. കുചേലവൃത്തം ആട്ടക്കഥയുടെ രചയിതാവ് മുരിങ്ങൂർ ശങ്കരൻ പോറ്റി. കഥകളിയിൽ ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ ചെണ്ട, മദ്ദളം, ചേങ്ങില, ഇലത്താളം. ചെണ്ട, മദ്ദളം, ചേങ്ങില, ഇലത്താളം. കൊട്ടാരക്കര തമ്പുരാൻ മെമ്മോറിയൽ മ്യൂസിയം ഓഫ് ക്ലാസിക്കൽ ആർട്സ് സ്ഥിതി ചെയ്യുന്നത് കൊല്ലം. കൊട്ടാരക്കര തമ്പുരാൻ മെമ്മോറിയൽ മ്യൂസിയം ഓഫ് ക്ലാസിക്കൽ ആർട്സ് സ്ഥിതി ചെയ്യുന്നത് കൊല്ലം. കഥകളി അവസാനിപ്പിക്കുന്ന ചടങ്ങ് ധനാശി. എന്താണ് കഥകളി അവസാനിപ്പിക്കുന്ന ചടങ്ങ്? ധനാശി. എന്നാൽ കഥകളി അവതരണത്തിലെ ആദ്യ ചടങ്ങ് പുറപ്പാട്. കഥകളി അവതരണത്തിലെ ആദ്യ ചടങ്ങ് പുറപ്പാട്. ഒരു സ്ഥലത്ത് കഥകളി നടത്താൻ പോകുന്നു എന്ന് അറിയിക്കുന്ന ചടങ്ങ് കേളികൊട്ട്. കഥകളി രംഗത്ത് വിളക്ക് വെച്ച് കഴിഞ്ഞാലുടൻ നടക്കുന്ന ചടങ്ങ് അരങ്ങുകേളി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. കഥകളി കലാരംഗത്തെ ആദ്യ സ്ത്രീ സാന്നിധ്യം? ചവറ പാറുക്കുട്ടി അമ്മ. എന്താണ്? കഥകളി കലാരംഗത്തെ ആദ്യ സ്ത്രീ സാന്നിധ്യം ചവറ പാറുക്കുട്ടി അമ്മ. ഇപ്പം എങ്ങനെയാണ് ചോദിക്കുന്നത്? ഇപ്പം ചവറ പാറുക്കുട്ടി അമ്മ ഏതിലാണ് പ്രശസ്തം എന്ന് ചോദിക്കാം. അങ്ങനെയാണ് ഇപ്പം ക്വസ്റ്റ്യൻസ് കണ്ടുവരുന്നത് കഥകളി. ഓക്കെ, ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെങ്കിൽ മനസ്സിലാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.